സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, അതേപോലെ തന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നീ ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ടൈം ലൈൻ ആണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തുടക്കം തന്നെ നൽകിയിരിക്കുന്നത് 1600-ലാണ്. 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത് ലണ്ടനിലാണ്. അപ്പോൾ അത് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നു. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധമാണ് 1757-ലെ പ്ലാസി യുദ്ധം, ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പോൾ പ്ലാസി യുദ്ധത്തോടുകൂടി ഇന്ത്യയിൽ അവർ അധികാരം പൂർണ്ണമായിട്ടും നേടിയെടുക്കുന്നു. 1764-ലെ ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധത്തിലൂടെയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ 1757-ലെ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ബംഗാളിന് വേണ്ടിയിട്ടാണ്. സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ 1764-ലാണ് ബാറ്റിൽ ഓഫ് ബക്സാർ. അതോടുകൂടി ഇന്ത്യയിൽ ആധിപത്യം ബ്രിട്ടീഷുകാർ ഉറപ്പിക്കുകയുണ്ടായി. പിന്നെ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം 1757-ലെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അല്ലെങ്കിൽ അതിനെ ശിപ്പായി ലഹള, ശിപ്പോയി റിവോൾട്ട് എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ 1757 വരെ ഏകദേശം ഇന്ത്യ ഭരിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. 1858-ന് ശേഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ഏറ്റെടുക്കുന്നത്. അത് നമ്മൾ 4-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. 1857 വരെ ഇന്ത്യ ഭരിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അതിനുശേഷം 1885-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. 1885-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത് 1915-ലാണ്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തുന്നത് 1915-ലാണ്. ഗാന്ധിജി കെയിം ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക. അപ്പോൾ അവിടെ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം നിരവധിയായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ലോക രാജ്യങ്ങളിൽ ഗാന്ധിജി നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്ന നേതാവായിട്ട് മാറിയിരുന്നു. അതിനുശേഷമാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. അടുത്ത പ്രധാനപ്പെട്ട സംഭവം 1917-ലെ ചമ്പാരൻ സത്യാഗ്രഹമാണ്. നടക്കുന്നത് ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിലെ ചമ്പാരൻ എന്ന ഭൂപ്രദേശത്തിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഗാന്ധിജിക്ക് അറിവുണ്ടായിരുന്നില്ല. ഗാന്ധിജി അവിടേക്ക് എത്തുന്നത് ബീഹാറിലെ ഒരു സാധാരണക്കാരായിട്ടുള്ള നീലം കർഷകനായിട്ടുള്ള രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന നേതാവിൻ്റെ ശ്രമഫലമായിട്ടാണ് ഗാന്ധിജി ബീഹാറിലേക്ക് അല്ലെങ്കിൽ ചമ്പാരൻ എന്ന പ്രദേശത്തിലേക്ക് എത്തുന്നത്, അവിടെ സമരം തുടങ്ങുന്നതും. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമര സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജീസ് ഫസ്റ്റ് സ്ട്രഗിൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഗാന്ധിജി അവിടെ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് ടു ദ ബ്രിട്ടീഷ് റൂൾ, നിയമലംഘനവും അതേപോലെ തന്നെ സത്യാഗ്രഹവുമാണ് ഗാന്ധിജി അവിടെ സ്വീകരിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം നീലം കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളൊക്കെ അവിടെ അധികാരികൾ പാസ്സാക്കിയുണ്ടാവുന്നു. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരനിലെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും വൈദ്യസഹായം, മെഡിക്കൽ എയ്ഡ്സ് ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഭാഗം 1918-ലാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അത് ഗുജറാത്തിലാണ് നടക്കുന്നത്. പ്രധാനമായിട്ടും ഡിനൈഡ് പ്ലേഗ് ബോണസ് നിഷേധിച്ചതിനെ തുടർന്നിട്ടാണ് തൊഴിലാളികൾ സമരം തുടങ്ങുന്നത്. ഗാന്ധിജി ഇവിടേക്ക് എത്തുകയും ചമ്പാരനിൽ ഉപയോഗിച്ച അതേ മാർഗം തന്നെ, സെയിം മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്, അത് തന്നെ ഇവിടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും ചെയ്യുന്നു. പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് 1918-ലാണ് പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ, ഗുജറാത്തിലാണ്. അപ്പോൾ അവിടെ ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ, വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്നു ഖേദയിലെ കർഷകർ. അപ്പോൾ ആ സമയത്തും അവിടുത്തെ ഭരണാധികാരികൾ ഈ പാവപ്പെട്ടവരായിട്ടുള്ള കർഷകരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. റൂളേഴ്സ് ഡിസൈഡ് ടു കളക്ട് ടാക്സ് ഫ്രം ദീസ് പുവർ വില്ലേജസ്. അപ്പോൾ ഇതാണ് അവിടെ ഖേദ സത്യാഗ്രഹത്തിൽ പ്രധാനപ്പെട്ടതായ പോയിന്റായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശ്രമഫലമായി, ഈ സമരത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഗാന്ധിജി ഇന്ത്യയിലെ ഒരു ജനസമൂഹത്തിൻ്റെ നേതാവായി തീർന്നതിന് കാരണമായി തീർന്നു. ഇനി പ്രധാനപ്പെട്ട സംഭവം 1919-ലാണ് റൗലത്ത് ആക്ട്. ഈ ആക്ട് പ്രകാരം എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ. ഈ ആക്ട് പ്രകാരം ഏതൊരു വ്യക്തിയെയും അന്യായമായി അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കാനും സാധിക്കുമായിരുന്നു. ഇതാണ് റൗലത്ത് ആക്ട്. ആസ് പെർ ദിസ് ആക്ട് എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ. അപ്പോൾ അത്രയും നന്നായിട്ട് ഓർത്തിരിക്കുക.
അടുത്തത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മസക്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് പഞ്ചാബിലാണ്, അമൃത്സറിലാണ്. ഈ റൗലത്ത് വിരുദ്ധ പ്രക്ഷോഭണവുമായി ബന്ധപ്പെട്ട് 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ഈ ജാലിയൻ വാലാബാഗിൽ ഒരു കൂട്ടം ജനങ്ങൾ ഒത്തുകൂടി. അത് പ്രത്യേകിച്ച് സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ജനങ്ങൾ ഒത്തുകൂടിയത്. തുടർന്ന് അവിടേക്ക് ജനറൽ ഡയർ എത്തുകയും ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ അവരുടെ നേരേക്ക് വെടിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ 379 പേർ കൊല്ലപ്പെട്ടു. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവെപ്പിൽ 379 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ സംഭവം ഒന്ന് ഓർത്തിരിക്കുക. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇതിൻ്റെ മരണസംഖ്യ ഇരട്ടിയായിരുന്നു. അത്രയും കൂടി മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ഭാഗം 1920 1920 നാഗ്പൂർ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലാണ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിലാണ് ആ ഭാഗം വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച 1885 ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സമ്മേളനം നടത്താറുണ്ടായിരുന്നു. അങ്ങനെ 1920 കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത് നാഗ്പൂരിലാണ്. നാഗ്പൂർ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂർ സെഷൻ റിസോൾവ് ടു ഫോം ഇറ്റ് സ്റ്റേറ്റ് കമ്മിറ്റീസ് ഓൺ ദ ബേസ് ഓഫ് ലാംഗ്വേജ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സെഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനം. ആ നാഗ്പൂർ സമ്മേളനത്തിൽ തന്നെ വെച്ചാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പാസ്സാക്കപ്പെടുന്നത്, നിസ്സഹകരണ സമരം പാസ്സാക്കപ്പെടുന്നത്. അത് അങ്ങനെ പഠിക്കേണ്ടതില്ല, പക്ഷെ മനസ്സിലാക്കിയിരിക്കുക. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി ഫസ്റ്റ് നാഷണൽ സ്ട്രഗിൾ ലെഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജി നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സമരമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ സമരം. അതുകൂടെ മനസ്സിലാക്കിയിരിക്കുക. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാൽ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ സമരം എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. ഇനി അതിനെ തുടർന്നിട്ട് ആ വർഷം തന്നെ 1920 തന്നെയാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അലി ബ്രദേഴ്സ്, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 1920 തന്നെയാണ് ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വാസ് ഫോംഡ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഇത് നമ്മൾ മനസ്സിലാക്കിയ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ ഉൾക്കൊള്ളിച്ചുള്ള ഭാഗമാണ്. അവിടെ ആൾട്ടർനേറ്റീവ് പാത്ത് കഴിഞ്ഞുള്ള ഭാഗത്തിൽ തൊഴിലാളികളുടെയും അതേപോലെ ഫാമേഴ്സിൻ്റെയും അതുപോലെ വർക്കേഴ്സിൻ്റെയൊക്കെ പങ്കാളിത്തം പറയുന്ന ഭാഗത്തിലുള്ളതാണ്. അവിടെ എം.എൻ. ജോഷി അതുപോലെ തന്നെ ലാല ലജ്പത് റോയ് തുടങ്ങിയവർ ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 1920 പറഞ്ഞത് നാഗ്പൂർ സെഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റികൾ സ്റ്റേറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കണം ആവശ്യപ്പെട്ടത് നാഗ്പൂർ സമ്മേളനത്തിലാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അവിടെ തന്നെയാണ്, ആ കാലഘട്ടത്തിൽ തന്നെയാണ് രൂപീകരിക്കപ്പെടുന്നത്. അന്ന് തന്നെയാണ്, അതായത് നാഗ്പൂർ സമ്മേളനത്തിൽ തന്നെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പാസ്സാക്കപ്പെടുന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ദേശീയ സമരമാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അലി ബ്രദേഴ്സ് 1920 തന്നെയാണ്. ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വാസ് ഫോംഡ് ഈ കാലഘട്ടത്തിലാണ്. ലാല ലജ്പത് റോയ്, ജോഷി തുടങ്ങിയവർ ചെന്നിട്ടാണ്. ഇപ്പോൾ ഖിലാഫത്ത് മൂവ്മെന്റ് 1920 21 മലബാർ റെബല്യൻ. അത് ഈ ചാപ്റ്റർ ഇല്ല, എന്നിരുന്നാലും ഉൾക്കൊള്ളിച്ചാണ്. 1921 മലബാർ റെബല്യൻ. 1922 ഫെബ്രുവരി 22 ചൗരി ചൗര ഇൻസിഡന്റ്. ചൗരി ചൗര സംഭവം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വില്ലേജേഴ്സ് അറ്റാക്ക് ദ പോലീസ് സ്റ്റേഷൻ. പ്രതിഷേധക്കാരായിട്ടുള്ള ജനങ്ങൾ 22 പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22 പോലീസുകാരെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവമാണ്. ആ സംഭവത്തെ തുടർന്നിട്ട് ഗാന്ധിജി സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തലാക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, വൈ ഡിഡ് ഗാന്ധിജി സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? എന്തുകൊണ്ടാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ സമരം നിർത്തലാക്കിയത്? അപ്പോൾ ചൗരി ചൗര സംഭവമാണ് 1922 22 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. അത്ര ഓർത്തിരിക്കുക. അടുത്തത് 1923 ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്ന CR ദാസും മോത്തിലാൽ നെഹ്റു ചേർന്നിട്ടാണ്. അപ്പോൾ അത് ഓർമ്മയുണ്ടാവുന്നതായിരിക്കുന്നു. 1923 സംഭവം ആൾട്ടർനേറ്റീവ് പാത്ത് അഥവാ വേറിട്ട വഴികൾ എന്ന ഭാഗത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഗാന്ധിയൻ ആശയങ്ങളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്ന രണ്ട് നേതാക്കന്മാരാണ് CR ദാസും മോത്തിലാൽ നെഹ്റു. ഇവരുടെ ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾക്കെതിരായിട്ടായിരുന്നു. സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് അഭിപ്രായങ്ങൾ പറയാനുള്ള വേദികളാക്കി തീർക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരാണ് ഈ CR ദാസ്, മോത്തിലാൽ നെഹ്റു. അപ്പോൾ അവരുടെയാണ് സ്വരാജ് പാർട്ടി, ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടി, CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു.
അടുത്ത 1928 HSR രൂപീകരിക്കുന്നത്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവർ ഡൽഹിയിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയവരുടെ പ്രദേശങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ ഒത്തുകൂടുകയും 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്യുന്നു. അപ്പൊ അതിനൊരു വിപ്ലവ സംഘടനയുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ്, ഒരു ആർമിയുണ്ട്, സായുധ വിപ്ലവത്തിന് വേണ്ടിയിട്ട്, ആംഡ് റെബലിന് വേണ്ടിയിട്ട് ഒരു ആർമിയുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം 1929 പ്രധാനപ്പെട്ട സംഭവം. 1920 ലാഹോർ സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന 1885. പിന്നെ ഒരു സമ്മേളനം നമ്മൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, 1920 നാഗ്പൂർ സമ്മേളനം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് 1929 ലാഹോർ സെഷൻ, ലാഹോർ സമ്മേളനം. അപ്പോൾ ഇതിലെ അധ്യക്ഷ പദം വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ചെയർമാൻഷിപ്പ് വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അത് നന്നായിട്ട് ഓർത്തിരിക്കണം, വൺ വേർഡ് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അവിടെ പാസ്സാക്കിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് പൂർണ്ണ സ്വരാജും മറ്റൊന്ന് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും. പൂർണ്ണ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നിയമലംഘനവും പാസ്സാക്കിയത് 1929 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഒക്കെ ആരംഭിക്കാൻ തുടങ്ങിയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 1929 ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു ആണ് എന്റെ ചെയർമാൻ. ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അതും കൂടെ ഓർത്തിരിക്കുക. ഇപ്പൊ പൂർണ്ണ സ്വരാജ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും 1929 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 1929 ലാഹോർ സമ്മേളനം. അപ്പൊ അവിടെ വെച്ചാണ് പൂർണ്ണ സ്വരാജ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് പാസ്സാക്കുന്നത്. അത്ര ഓർത്തിരിക്കാം. അടുത്തത് 1930 1930 കൂടിയാണ്. 1924 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, റഷ്യയിൽ നമ്മൾ സോവിയറ്റ് യൂണിയനൊക്കെ രൂപീകരിക്കപ്പെടുന്ന റിപ്പബ്ലിക്കൊക്കെ ആയിത്തീർന്നത് 1920 1930 കൂടി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിലേക്ക് പ്രചരിക്കാൻ തുടങ്ങിയാണ്. റഷ്യൻ സോഷ്യലിസ്റ്റ് ഐഡിയോളജി സ്റ്റാർട്ടഡ് സ്പ്രെഡ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിൽ പ്രചരിക്കാൻ ആരംഭിച്ചു 1930 കൂടി. 1931 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിലേറ്റുന്ന സംഭവം. അപ്പൊ 1931 മാർച്ച് 23 ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു തുടങ്ങിയവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിരുന്നു. അത് പ്രധാനപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കുന്നത് ലാല ലജ്പത് റോയുടെ മരണത്തിലേക്ക് നയിച്ച ഉത്തരവാദിയായിട്ടുള്ള സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. കൂടാതെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞത് ഭഗത് സിംഗും ബത്തുകേശ്വർ ദത്തും കൂടി ചേർന്ന് ബോംബെറിഞ്ഞു. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടത്തി. അതിനുശേഷമാണ് ഇവരെ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ, സുഖദേവിനെ, രാജ്ഗുരുവിനെയൊക്കെ ബ്രിട്ടീഷ് സർക്കാർ പിടികൂടുകയും തൂക്കിലേറ്റുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. അപ്പൊ കോൺഗ്രസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് 1930 കൂടി റഷ്യയിൽ നിന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിലേക്ക് പ്രചരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നു. അതിന്റെ ചെയർമാൻ ജയപ്രകാശ് നാരായണനാണ്. രൂപം കൊള്ളുന്നത് ബോംബെയിൽ വെച്ചാണ്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാര് അരുണ ആസിഫ് അലി തുടങ്ങിയ നേതാക്കന്മാരൊക്കെയാണ്. ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി തുടങ്ങിയവരൊക്കെയാണ് നേതാക്കന്മാർ. ഇപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലൊക്കെ ഇവരൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾക്കാരാണ്. അടുത്തത് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അത് ബോംബെയിൽ വെച്ചാണ് പാസ്സാക്കുന്നത്. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹമാണ്, അവസാനത്തെ ഒരു സമരമാണ്. ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ ഗാന്ധിജി അവിടുത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. അപ്പൊ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ബോംബെയിൽ വെച്ചാണ്. അപ്പൊ നമ്മളിവിടെ 3 സമ്മേളനം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. കൂടാതെ 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 1929 1920 തന്നെയാണ് നാഗ്പൂർ സമ്മേളനം. ആ നാഗ്പൂർ സമ്മേളനത്തിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പാസ്സാക്കുന്നത്. 1929 ലാഹോർ സമ്മേളനം. അവിടെ വെച്ചാണ് പൂർണ്ണ സ്വരാജ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. അടുത്തത് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അത് ബോംബെയിൽ വെച്ചാണ്. ലാസ്റ്റ് പോപ്പുലർ പ്രൊട്ടസ്റ്റ് ഓഫ് ഗാന്ധിജിയുടെ അവസാനത്തെ ജനകീയ പ്രക്ഷോഭമാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് മനസ്സിലാക്കുന്നത് 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അതായത് നമ്മൾ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെടുന്നത്. ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെടുന്നു. അതിന്റെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിത്തീർന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 15. അപ്പോൾ അവിടെ മൗണ്ട് ബാറ്റൻ പ്ലാൻ ഒക്കെ നമ്മൾ പഠിക്കണം, അവിടെ ഓർത്തിരിക്കേണ്ടതാണ്.
അടുത്ത 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ. അത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അവിടെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ കൊണ്ടുവരണം. കൂടാതെ വുമൺ എഡ്യൂക്കേഷന് വേണ്ടി കൂടുതൽ ഊന്നൽ നൽകണം. കൂടാതെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണം. ഇങ്ങനെ 3 പോയിന്റാണ് 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ശുപാർശകൾ. ഇനി അടുത്ത 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യ അങ്ങനെ റിപ്പബ്ലിക്കായി തീരുകയും ചെയ്യുന്നു. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. 1951 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് 1951. അടുത്ത 1951-52 കാലയളവിലാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്, ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായിരുന്നു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. 51-52 കാലയളവിലാണത്. അടുത്ത 1952 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, അത് സെക്കൻഡറി കമ്മീഷൻ എന്നറിയപ്പെടും. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആരംഭിക്കണമെന്നൊക്കെ പറഞ്ഞ കമ്മീഷനാണ്. അതുപോലെ തന്നെ സ്കൂൾ തലത്തിൽ ടീച്ചർമാർക്ക് ട്രെയിനിങ് ഒക്കെ കൊണ്ടുവരണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് ഈ പറഞ്ഞ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ ത്രിഭാഷാ പദ്ധതി, 3 ലാംഗ്വേജ് ഫോർമുല, അപ്പം അതൊക്കെ ഓർത്തിരിക്കാം. പിന്നെ 1952 തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗാന്ധിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് 1952 തന്നെയാണ് 55 വിവിധോദ്ദേശ പദ്ധതികളൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1953 ഫോർമേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ പോറ്റി ശ്രീരാമന്റെ നേതൃത്വത്തിൽ 58 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹത്തിന് ശേഷം അദ്ദേഹം മരണമടഞ്ഞു. അതിനുശേഷം ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ച് നൽകുന്നു. 1953 സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ഭാഗങ്ങളൊക്കെ. അടുത്ത 1954 ഇന്ത്യ ഗെയിൻഡ് ദ ടെറിട്ടറീസ് ഹെൽഡ് ബൈ ദ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഫ്രാൻസിന്റെ കയ്യിൽ നിരവധിയായിട്ട് ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭൂപ്രദേശങ്ങളൊക്കെ ഇന്ത്യക്ക് കിട്ടുന്നത് 1954 പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇനി അതിനുശേഷം 1954 തന്നെയാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ചതാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പ്രിൻസിപ്പിളാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും തമ്മിലാണ്. ഇന്ത്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് നന്നായി പഠിക്കേണ്ട ഭാഗമാണത്. ഇനി അതിനുശേഷം അടുത്ത ഭാഗം 1954-64 കാലയളവിലാണ് 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT സ്റ്റാർട്ടഡ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ കാലയളവിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. IIT-കളൊക്കെ സ്ഥാപിക്കപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക വളർച്ച എന്നുള്ള ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ച ഭാഗമാണത്. 5 IIT-കൾ സ്ഥാപിക്കപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ IIT-കളൊക്കെ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദേശ രാജ്യങ്ങളുടെ ആശ്രയത്വം, ഡിപ്പെൻഡൻസ് കുറയ്ക്കണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ IIT-കളൊക്കെ സ്ഥാപിക്കപ്പെട്ടത്. ഈ IIT-കളൊക്കെ സ്ഥാപിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പല മേഖലയിലും ട്രാൻസ്പോർട്ടേഷൻ, ജനറ്റിക്സ്, അപ്പോൾ പല മറൈൻ ടെക്നോളജി, ഇങ്ങനെ പല മേഖലയിലും ഇന്ത്യ പുരോഗതി കൈവരിക്കുന്നുണ്ട്. അത് 1954-ലും 64-ലും ഇടയ്ക്കാണ്. ഇനി 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. ഇപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം, അതായത് നമ്മൾ പോറ്റി ശ്രീരാമലു ഒക്കെ പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗമാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്, സംസ്ഥാന പുനഃസംഘടനാ നിയമം. അതായത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ച് നൽകിയപ്പോൾ ബാക്കി എല്ലാവർക്കും ഓരോ സംസ്ഥാനങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്മീഷനെ മുന്നോട്ട് വെച്ചു. ആ കമ്മീഷനകത്തുള്ള പ്രധാനപ്പെട്ട ചെയർമാനാണ് ഫസൽ അലി. കൂടാതെ HN കുൻസ്രു, KM പണിക്കർ, അദ്ദേഹം ഒരു മലയാളിയാണ്, കേരളൈറ്റ് ആണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് 1956 കേരളമൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 അടുത്ത 1961 ഇന്ത്യ ഗെയിൻഡ് ദ ടെറിട്ടറീസ് ഹെൽഡ് ബൈ പോർച്ചുഗൽ. പോർച്ചുഗലിൽ നിന്ന് ഭൂപ്രദേശങ്ങളെല്ലാം ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നത് 1961 ഗോവ, ഡാമൻ ദിയു തുടങ്ങിയ പ്രദേശങ്ങളാണ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചത്. ഇനി അതിനുശേഷം 1962 എൻഗോസ്പാർ രൂപീകരിക്കപ്പെടുന്നത്, ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. അപ്പോൾ അത് രൂപീകരിക്കപ്പെടുന്നത് നെഹ്റുവാണ് രൂപീകരിച്ചത്. വിക്രം സാരാഭായിയുടെ ടെക്നിക്കൽ അഡ്വൈസ് പ്രകാരമാണ്. അപ്പോൾ വിക്രം സാരാഭായിയുടെ സാങ്കേതിക ഉപദേശ പ്രകാരം നെഹ്റുവാണ് എൻഗോസ്പാർ രൂപീകരിക്കുന്നത്. അതിനുശേഷം 1964 കോത്താരി കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്.
അത് നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അവിടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. അത് 10ാം ക്ലാസ്, പ്ലസ് ടു തലം, ഡിഗ്രി തലം എന്നുള്ള പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നാണ്. വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട കമ്മീഷനും കൂടിയാണത്. ഇനി അതിനുശേഷം 1969 ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെടുന്നത് 1969 തന്നെയാണ്. അടുത്ത 1975 ഫസ്റ്റ് സാറ്റലൈറ്റ് ആര്യഭട്ട സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്യുന്നത്. 1975 1975. അടുത്ത 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് 1986. അപ്പോൾ ആ 86 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രൈമറി എഡ്യൂക്കേഷനും കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനും പ്രാധാന്യം നൽകണം. അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യണം. ആ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനും അതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷനും കൂടുതൽ പ്രാധാന്യം നൽകണം. അതുപോലെ നവോദയ സ്കൂളുകൾ സ്ഥാപിക്കണം. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഇതൊക്കെയായിരുന്നു 1986 ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം. അടുത്ത 2009 RTE ആക്ട് പാസ്സാക്കുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഈ ആക്ട് പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റുന്നത്. 2009 RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അടുത്ത 2018 സമഗ്ര ശിക്ഷാ അഭിയാൻ കൊണ്ടുവരുന്നത്. നേരത്തെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് സർവ്വശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാനും. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് 2018 ഇന്ത്യ ഗവൺമെന്റ് സമഗ്ര ശിക്ഷാ അഭിയാനായിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്.